അപ്പൊ മക്കളെ ഞാനിപ്പോ അവിടേക്ക് പോണെന്ന് വെച്ചാല് നമുക്കൊരു ചെറിയ കട ഉണ്ട്. അവിടേക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ 10-ാം തീയതി ഒരു ഷിപ്പ് ഉണ്ട്. അതിലേക്ക് സാധനം കയറണമെങ്കിൽ നമുക്കൊരു ഷിപ്പിംഗ് ബില്ല് എടുക്കാനുണ്ട്. ആ ഷിപ്പിംഗ് ബില്ല് എടുക്കാനാണ് ഇപ്പൊ പോണത്. കേട്ടോ, ബില്ലടിക്കുന്ന സ്ഥലം. ഇവിടുന്ന് ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ അവിടേക്ക് ബീച്ചിലോട്ട് പോയി. ഇന്ന് മുഹറം 10 ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നോൻപുണ്ട്. നോൻപ് തോറാൻ നമ്മളെ കമ്പനിക്കാരൊക്കെ കൂടി ഒന്ന് നോമ്പ് ഓർക്കാന്ന് വിചാരിച്ചു. അവിടെ എത്തുമ്പോഴത്തേക്ക് ആരുടെയോ ഇറച്ചി തിന്നേന്. അപ്പൊ നമ്മളവിടെ എത്തിയപ്പോ നമ്മളെ മേത്തേക്ക് ചാടി. അടൂലുള്ളവന്റെ തൊട്ട് അപ്പുറത്തിരിക്കണവന്റെ സന്തോഷം നോക്കി ഇനി ഇവനെ ഇറച്ചി തിന്നാന്ന് വെച്ചിട്ട്. റാഫി ആണെങ്കിൽ നല്ല മുണ്ടാട്ടമൊന്നുമില്ല. അഫിന്റെ ഇറച്ചിയാണെങ്കിൽ ഇവരൊക്കെ പാടെ കൂടി തിന്നെന്ന് തോന്നുന്നു. ലുക്കുമാനാണെങ്കിൽ ക്ഷീണിച്ച് കടന്നുപോയി. ഇത് ഹസൻ കോയ, നാട്ടിലത്തെ വലിയ മുതലാളി. അതിന്റെ അഹങ്കാരം ഭാവമൊന്നും മൂപ്പർക്കില്ല. ഇത് കിളി, ആ കിളിയല്ല, ഇത് വിവരം കുറച്ച് കൂടിപ്പോയതിന്റെ കോയപ്പ. ഇത് ബിരുദം കിട്ടിയ മൂലയാരാണ് കേട്ടോ. ഏത് ബിരുദാണെന്ന് ഞാൻ പറയണില്ല. ഇത് അല്ലു അർജുൻ. മൂപ്പരെന്ന് വിളിച്ചെടുക്കണേ ഞാൻ അല്ലു അർജുൻ ആണെന്ന്. പുറത്താണെ ഫോട്ടോ ഷൂട്ട്, അങ്ങോട്ടേക്ക് നോക്കാതിരിക്കലാണ് നല്ലത്. പ്രൊഫഷണലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ രണ്ടോട്ടം ക്യാമറമേ ഒറ്റ തലോടലും. ഇത് മുബഷിർ, സ്വന്തമായിട്ട് 4-5 ഗ്ലാസ് പോട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ എളിമയുള്ള ചിരി കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. നോമ്പ് ഓർക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സുദ്ദിനെത്തി. ഇവൻ ഈ ബാക്കിൽ നിന്ന് കൊല്ലണം കുത്തുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. നോമ്പല്ലാത്ത ടീമാണ്, നോമ്പല്ലാത്ത ടീമാണ്. അപ്പൊ ഓക്കെ, ബൈ. അവിടെ നേരെ എല്ലാരും വണ്ടി എടുത്ത് നേരെ എയർപോർട്ട് ഭാഗത്തേക്ക്. അവിടെ എത്തിയിട്ട് നേരെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ചെറിയ ഊക്കലൊക്കെ കഴിഞ്ഞ് നേരെ എന്ത് ചെയ്ത് വീട്ടിൽ പോയി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ത്, കലാസ്.